KMIC 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 News 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം KMIC News KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ വണ്ണക്കോട്. പ്രധാന വാർത്തകൾ. അബ്ദുൽ നാസർ മഅദനിയുടെ മോചനത്തിന് സമ്മർദ്ദം ശക്തമാക്കുക SSF. പലിശരഹിത ബാങ്കിംഗ് എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നുവെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മർക്കസ് സമ്മേളനത്തിന്റെ ഭാഗമായി ഐഡിയൽ ക്യാമ്പസ് വിദ്യാർത്ഥി രാഷ്ട്രീയ സമ്മേളനം നാളെ. TP ചന്ദ്രശേഖരൻ വധം TK രജീഷിനെ കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് മാറ്റി. ക്രിസ്മസ് ആഘോഷിക്കാൻ കടൽ കൊലക്കേസിലെ പ്രതികളായ ഇറ്റാലിയൻ മറീനുകൾ നാട്ടിലേക്ക് മടങ്ങി. കോട്ടയം മെഡിക്കൽ കോളേജ് വികസനത്തിന് 277 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. KPCC പുനഃസംഘടന യാഥാർത്ഥ്യമാകുന്നു. ഭാരവാഹി പട്ടികയ്ക്ക് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ അംഗീകാരം. സംസ്ഥാനത്ത് 5 ദിവസത്തിനിടെ 10-ലേറെ പീഡനക്കേസുകൾ. ദൈവത്തിന്റെ സ്വന്തം നാട് കുട്ടികളോട് പെരുമാറുന്നത് എങ്ങനെ? KMIC ന്യൂസ് ഒരു തിരിഞ്ഞുനോട്ടം. വാർത്തകൾ വിശദമായി. വിചാരണ തടവുകാരനായി പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിൽ കഴിയുന്ന അബ്ദുൽ നാസർ മഅദനിക്ക് സാമാന്യ നീതി പോലും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് SSF സംസ്ഥാന പ്രസിഡന്റ് NM സ്വാദിഖ് സഖാഫി ചൂണ്ടിക്കാട്ടി. കുറ്റം തെളിയിക്കപ്പെട്ടവർക്ക് പോലും നിലനിൽക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തിയ ഭരണഘടനയാണ് നമ്മുടേത്. പക്ഷേ ഇനിയും തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ആരോപണങ്ങളുടെ പേരിൽ ജയിലിലടക്കപ്പെട്ട മഅദനിയുടെ കാര്യത്തിൽ ഇത്തരം അവകാശങ്ങളെല്ലാം റദ്ദാക്കിയിരിക്കുകയാണ്. മലയാളിയായ ഒരു പൊതുപ്രവർത്തകന്റെ ജയിൽവാസത്തോടുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ പ്രതികരണം ചാനൽ മുറികളിൽ ഒതുങ്ങിപ്പോകരുതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. കുറെ കൂടി ആർജവമുള്ള നിലപാടും സമ്മർദ്ദവും ഇവിഷയകമായി കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. മഅദനിക്ക് നീതി ലഭിക്കുന്നതിനായി നടത്തുന്ന സമരങ്ങൾക്കും ഇടപെടലുകൾക്കും SSF ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും അദ്ദേഹം പ്രസ്താവനയിൽ അറിയിച്ചു. എല്ലാ മതവിഭാഗങ്ങളും പലിശരഹിത ബാങ്കിങ്ങിനെ അംഗീകരിക്കുന്നുണ്ടെന്ന് മർക്കസ് ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. മർക്കസ് സമ്മേളനത്തോടനുബന്ധിച്ച് കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടത്തിയ പലിശരഹിത ഫിനാൻസ് സാധ്യതകളും പ്രതിവിധികളും സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വഞ്ചന, കൈക്കൂലി, പലിശ, കുതന്ത്രം എന്നിവയിലൂടെ സമ്പത്ത് ഉണ്ടാക്കുന്നത് ഇസ്ലാം കർശനമായി നിരോധിച്ചിരിക്കുന്നു. അതേപോലെ സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്ന കാര്യത്തിലും ഇസ്ലാമിന് കർശനമായ നിർദ്ദേശങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മർക്കസിൽ നിന്ന് 50,000-ഓളം വിദ്യാർത്ഥികൾ പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ടെന്നും മർക്കസ് മെയിൻ ക്യാമ്പസിന്റെ 1 മാസത്തെ പ്രവർത്തനത്തിന് 1.5 കോടിയിലേറെ രൂപ ചെലവുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ VH അലി അധ്യക്ഷനായിരുന്നു. അൻവർ സാദത്ത് MLA, AM യൂസുഫ്, ഡോക്ടർ AB അലിയാർ, മുഹമ്മദ് അലി, A അഹമ്മദ് കുട്ടി തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. TP വധക്കേസിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന TK രജീഷിനെ കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് മാറ്റി. KT ജയകൃഷ്ണൻ വധക്കേസിലെ അന്വേഷണ സംഘം രജീഷിനെ മർദ്ദിച്ചെന്ന് CPM നേതാക്കൾ ആരോപണം ഉന്നയിച്ച് മണിക്കൂറുകൾക്കകമാണ് രാജേഷിനെ കോഴിക്കോട്ടേക്ക് മാറ്റിയത്. TP വധക്കേസിൽ കോഴിക്കോട് ജില്ലാ ജയിലിൽ റിമാൻഡിലായിരുന്ന രജീഷിന്റെ ആവശ്യപ്രകാരമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. CPM നേതാക്കളുടെ തുടർച്ചയായ സന്ദർശനം ജയിലിന്റെ സുരക്ഷയെ ബാധിക്കുന്നുവെന്ന് സുരക്ഷാ വിഭാഗം റിപ്പോർട്ട് നൽകിയിരുന്നു. TP വധക്കേസിൽ വെളിപ്പെടുത്തൽ നടത്തിയ രജീഷിനെ 2 തവണ അന്വേഷണ സംഘം സെൻട്രൽ ജയിലിലെത്തി ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യുമ്പോൾ CPM നേതാക്കളുടെ പേര് പറയണമെന്നാവശ്യപ്പെട്ട് രജീഷിനെ മർദ്ദിച്ചതായി നേതാക്കൾ ആരോപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ MV ജയരാജന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ MLA മാർ രജീഷിനെ ജയിലിൽ സന്ദർശിച്ചു. ഷൗക്കത്ത് അലി എന്ന് പറയുന്ന ആളുടെ ജോലി തന്നെ തിരുവഞ്ചൂർ പറഞ്ഞ എന്ത് പണി കൊടുക്കുന്നതാണ്. നേരത്തെ ഷൗക്കത്ത് അലിയെ 1-2 കേസ് അന്വേഷണം ഏൽപ്പിച്ചു. അപ്പൊ ലോക്കൽ പോലീസിലാണ്. അപ്പൊ ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം. ഉടൻ
എവിടെ ലൈഫ് ബോയ് ഉണ്ട് അവിടെ ആരോഗ്യമുണ്ട് എന്ന് പറയുന്നത് പോലെ ഷൗക്കത്ത് അലിയെ CPM വേട്ടയ്ക്ക് നിയോഗിക്കുകയാണ്. മർദ്ദനത്തിന് നേതൃത്വം നൽകിയ ഷൗക്കത്ത് അലി അടക്കമുള്ളവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും MV ജയരാജൻ പറഞ്ഞു. മർദ്ദനം സംബന്ധിച്ച് ജയിൽ അധികൃതർക്കെതിരെയും രജീഷ് പരാതി ഉന്നയിച്ചതോടെയാണ് ജയിൽ DGP അലക്സാണ്ടർ ജേക്കബ് രജീഷിനെ കോഴിക്കോട്ടേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകിയത്. MLA-മാരുടെ സംഘം സന്ദർശനം നടത്തിയതിന് മണിക്കൂറുകൾക്കകം തന്നെ രജീഷിനെ കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോയി. കടലിലെ കൊലപാതക കേസിലെ പ്രതികളായ ഇറ്റാലിയൻ മറീനുകൾ ക്രിസ്മസ് ആഘോഷിക്കാൻ ഇറ്റലിയിലേക്ക് മടങ്ങി. ഇന്ന് പുലർച്ചെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പ്രത്യേക വിമാനത്തിലാണ് ഇവർ മടങ്ങിയത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി രേഖകളെത്താൻ വൈകിയതിനാലാണ് ഇവരുടെ യാത്ര ഇന്നത്തേക്ക് മാറ്റിയത്. സമയം പുലർച്ചെ 2:30. കടലിൽ 2 മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു കൊന്ന കേസിൽ പ്രതികളായ ഇറ്റാലിയൻ മറീനുകൾ ലെസ്തോറെ മാസിമിലിയാനോ, സാൽവത്തോറെ ജിറോൺ എന്നിവർ ഇറ്റലിയിലേക്ക് പുറപ്പെടാനായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി. സൈനിക വേഷത്തിലായിരുന്നു ഇരുവരും. CISF-ന്റെ സുരക്ഷാവലയത്തിൽ മറീനുകൾ വിമാനത്താവളത്തിനകത്തെ വിശ്രമ കേന്ദ്രത്തിൽ പ്രത്യേക വിമാനം തയ്യാറാകുന്നതുവരെ കാത്തിരിപ്പ്. സമയം പുലർച്ചെ 4:20. ഇറ്റാലിയൻ അംബാസഡർ ജക്കോമോ ഫോൺ വിലാറ്റോ, കോൺസൽ ജനറൽ ജിയാംപോളോ എന്നിവർക്കൊപ്പം 2 മറീനുകളും വിമാനത്തിലേക്ക്. സമയം പുലർച്ചെ 4:35. ജനുവരി 10 തിരിച്ചെത്താമെന്ന ഉറപ്പിൽ ഇറ്റാലിയൻ റിപ്പബ്ലിക് എന്നെഴുതിയ പ്രത്യേക വിമാനത്തിൽ മറീനുകൾ നാട്ടിലേക്ക് പറന്നു. ഇറ്റലിയുടെ ദ്രുതഗതിയിലുള്ള നയതന്ത്ര ഇടപെടലിന്റെ ഫലമായാണ് കോടതി വിധി വന്ന് 48 മണിക്കൂറിനുള്ളിൽ മറീനുകൾ ഇന്ത്യ വിട്ടത്. കടൽക്കൊലക്കേസിലെ പ്രതികളായ ഇറ്റാലിയൻ നാവികരെ തിരിച്ചുകൊണ്ടുവരേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും കേന്ദ്ര സർക്കാരിനാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. നാവികരെ തിരിച്ചുകൊണ്ടുവരുമെന്ന് ഇറ്റലി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പദ്ധതി പ്രകാരം കോട്ടയം മെഡിക്കൽ കോളേജ് വികസനത്തിന് 277 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 10.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഗൈനക്കോളജി ബ്ലോക്ക്, എല്ലാ പരിശോധനകളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന സെൻട്രൽ ലാബ്, നവീകരിച്ച റേഡിയോ ഡയഗ്നോസിസ് വിഭാഗം, നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ, 11 kV ഇലക്ട്രിക്കൽ സബ് സ്റ്റേഷൻ എന്നീ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതുകൂടാതെ സുവർണ ജൂബിലി സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, മെഡിക്കൽ PG വിദ്യാർത്ഥികൾക്കുള്ള ക്വാർട്ടേഴ്സ്, ദന്തൽ PG വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ എന്നിവയുടെ നിർമ്മാണ ഉദ്ഘാടനങ്ങളും ഇതേ വേദിയിൽ നടന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ സർക്കാർ ചില പുതിയ പദ്ധതികളും ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇവിടെ നവജാത ശിശുക്കളുടെ ചികിത്സ നിയോനെട്രോളജി വിഭാഗം മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിനുള്ള തീരുമാനം, അതിനാവശ്യമായ ഫണ്ട് NRHM-ൽ നിന്ന് കണ്ടെത്തി മന്ത്രി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി VS ശിവകുമാർ അധ്യക്ഷനായിരുന്നു. PG വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്വാർട്ടേഴ്സിന്റെ ശിലാസ്ഥാപനം ശിവകുമാർ നിർവഹിച്ചു. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജോസ് കെ മാണി MP, കെ സുരേഷ് കുറുപ്പ് MLA തുടങ്ങിയവർ പങ്കെടുത്തു. KPCC പുനഃസംഘടന യാഥാർത്ഥ്യമാകുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയും ചേർന്ന് കേരള ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മധുസൂദനൻ മിസ്ത്രിയെ ഏൽപ്പിച്ച ഭാരവാഹി പട്ടികയ്ക്ക് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി അംഗീകാരം നൽകി. പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനുള്ള കാലതാമസമേ ഇനിയുള്ളൂ. പാർട്ടി പദവികൾ ഭൂരിഭാഗവും AI ഗ്രൂപ്പുകൾ വീതിച്ചെടുത്തു. വയലാർ രവിക്കും PC ചാക്കോക്കും ഓരോ പദവികൾ നൽകി. പഴയ കരുണാകര പക്ഷത്തിന് 2 ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളുണ്ട്. പത്മജ വേണുഗോപാലും KP കുഞ്ഞിക്കണ്ണനും വൈസ് പ്രസിഡന്റുമാരായി. MM ഹസൻ, AK മണി, ഭാരതിപുരം ശശി, ലാലി വിൻസെന്റ് എന്നിവരാണ് പട്ടികയിലുള്ളത്. ചാത്തമംഗലം പഞ്ചായത്തിലെ ചൂലൂരിൽ പോസ്റ്റർ വലിച്ചുകീറിയതിനെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിൽ 2 DYFI പ്രവർത്തകർക്ക് വെട്ടേറ്റു. ചൂലൂർ സ്വദേശികളായ ഷിജുലാൽ, സഹോദരൻ ബിജുലാൽ എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇന്നലെ അർദ്ധരാത്രി 12 മണിയോടെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് 3 RSS പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 9 വാഹനങ്ങളും പിടിച്ചെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില ദിവസങ്ങളായി ഇടിവ് തുടർന്ന സ്വർണ്ണവിലയിൽ നേരിയ വർധന. പവന് 160 രൂപ വർദ്ധിച്ച് 22,960 രൂപയായി. ഗ്രാമിന് 20 രൂപയാണ് ഇന്ന് കൂടിയത്. 2,870 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. ഇന്നലെ പവന് 160 രൂപ താഴ്ന്ന് 22,800 രൂപയായിരുന്നു. ഒരു മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണിത്. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ പവന് 640 രൂപയുടെ കുറവാണുണ്ടായത്.
നവംബർ 28-ന് 24,120 രൂപയിലെത്തി റെക്കോർഡിട്ട ശേഷമാണ് പവൻവില ഇടിയാൻ തുടങ്ങിയത്. ഗൾഫ് വാർത്തകൾ. സൗദിയിൽ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളുടെ വേതന സുരക്ഷയുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം അടുത്ത തിങ്കളാഴ്ച തൊഴിൽ മന്ത്രി എഞ്ചിനീയർ ആദിൽ ഫക്കീഹ് റിയാദിൽ നടത്തുമെന്ന് മന്ത്രാലയം ഔദ്യോഗിക വക്താവ് ഫത്താഹ് സ്വാലിഹ് അൽ-അൻസി അറിയിച്ചു. സ്വകാര്യ തൊഴിൽ മേഖലയിലെ സ്വദേശികളും വിദേശികളുമായ തൊഴിലാളികളുടെ വേതനം യഥാസമയം തന്നെ വിതരണം ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് വേതന സുരക്ഷാ പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മന്ത്രാലയ ആസ്ഥാനത്ത് വിളിച്ചു ചേർക്കുന്ന പത്രസമ്മേളനത്തിൽ തൊഴിൽ മന്ത്രി വെളിപ്പെടുത്തുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. നിയമം പ്രാബല്യത്തിൽ വന്നാൽ തുടക്കത്തിൽ വൻകിട കമ്പനികൾക്കാണ് ബാധകമാക്കുക. തുടർഘട്ടങ്ങളിൽ എല്ലാത്തരം സ്ഥാപനങ്ങൾക്കും നിയമം ബാധകമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമം പ്രാബല്യത്തിൽ വരുന്നതു മുതൽ ഓരോ മാസവും കമ്പനികളുടെ വേതന വിതരണ സ്റ്റാറ്റസ് വിലയിരുത്തുകയും വ്യവസ്ഥാ ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടികൾ എടുക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫലസ്തീനിലെ ഗസയിൽ സന്ദർശനം നടത്തുന്ന ഖത്തർ സംഘം വിവിധ സഹായ പദ്ധതികൾ പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള പ്രത്യേക പദ്ധതി, വിദ്യാഭ്യാസ മേഖലയ്ക്കായുള്ള പദ്ധതി, കുടുംബങ്ങൾക്കായി സവിശേഷ പദ്ധതി, കാർഷിക മേഖലയിൽ ഉണർവ് ഉണ്ടാക്കുന്നതിനുള്ള പദ്ധതി തുടങ്ങിയവയാണ് സംഘത്തിലുള്ള ഖത്തർ ചാരിറ്റി പ്രതിനിധികൾ പ്രഖ്യാപിച്ചത്. ഗസയിലേക്ക് ഖത്തർ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയും പത്നി ഷെയ്ഖ മൌസ ബിൻ നാസറും നടത്തിയ ചരിത്രപ്രധാനമായ സന്ദർശനം മുഴുവൻ ആളുകൾക്കും ഗസയിലേക്ക് കടന്നുവരാൻ വാതിൽ തുറന്നിട്ടതായി സന്ദർശനം തുടരുന്ന ഖത്തർ പൌരസംഘത്തിന്റെ തലവൻ അലി ബിൻ റാഷിദ് അൽ മുഹന്നദി പറഞ്ഞു. ഖത്തർ സമൂഹത്തിന് ഫലസ്തീൻ ജനതയോടുള്ള സ്നേഹവും താൽപര്യവും അവരെ ബോധ്യപ്പെടുത്താൻ സന്ദർശനം സഹായിച്ചിട്ടുണ്ട്. ഖത്തറിലെ പ്രമുഖ ചാരിറ്റി സംഘങ്ങളുടെയെല്ലാം പ്രതിനിധികൾ സംഘത്തിലുണ്ട്. ഈ സന്ദർശനം ആദ്യ ചുവടുവെപ്പാണെന്നും ഇനിയും തുടർച്ചയായ സന്ദർശനങ്ങൾ ഉണ്ടാകുമെന്നും റാഷിദ് അൽ മുഹന്നദി അറിയിച്ചു. സന്ദർശനത്തിലൂടെ ഗസയിലെ യഥാർത്ഥ്യങ്ങൾ നേരിട്ട് കാണാൻ ജീവകാരുണ്യ സംഘടനകളുടെ പ്രതിനിധികൾക്ക് അവസരമുണ്ടായി. ഗസയ്ക്ക് കൂടുതൽ സഹായങ്ങൾ നൽകാൻ ഖത്തർ ഒരുക്കമാണെന്നും അദ്ദേഹം അറിയിച്ചു. സൗദിയിൽ RSE സൗദി നാഷണൽ സാഹിത്യോത്സവ് 2012 കലാകിരീടം ചൂടിയ റിയാദ് സോൺ പ്രതിഭാസംഗമം സംഘടിപ്പിച്ചു. ചെയർമാൻ അബ്ദുൽ ബാരി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ അബ്ദുൽ കരീം തിരൂർ ഉദ്ഘാടനം ചെയ്തു. അബ്ദുറഹ്മാൻ സഖാഫി, ടീൻ സർക്കിൾ ചെയർമാൻ റഷാദ് ബഷീർ എന്നിവർ അനുമോദന പ്രഭാഷണം നടത്തി. സംഗമത്തിൽ ജേതാക്കളുടെ മാപ്പിള ഗാനവിരുന്ന് ശ്രദ്ധേയമായി. സോൺ ടീം ലീഡർ അബ്ദുൽ അസീസ് പെർലക്ക് മൊമന്റോ നൽകി ആദരിച്ചു. സോൺ ജനറൽ കൺവീനർ എഹ്തിശാം തലശ്ശേരി സ്വാഗതവും ഷുക്കൂർ അലി ചെട്ടിപ്പടി നന്ദിയും പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ആസുരതകളിലെ ദുരപേരിയുയരുമ്പോ ആകുലങ്ങളിലെ ഇരാതി നുണയുമ്പോൾ ചിരിതൂകിടാൻ വിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ ഹൃദയങ്ങളിൽ ഉഷസിന്റെ ഉന്മ പടർത്തു. വൈജ്ഞാനിക വിപ്ലവത്തിന്റെ 35 വർഷങ്ങൾ. മർക്കസ് 35ാം വാർഷിക മഹാസമ്മേളനം 2013 ജനുവരി 4 മുതൽ 6 വരെ കോഴിക്കോട് മർക്കസ് നഗരിയിൽ. ഇന്ത്യയിലും വിദേശത്തുമായി 30-ൽ പരം ക്യാമ്പസുകൾ, 100ഓളം സ്ഥാപനങ്ങൾ. ജീവകാരുണ്യ മേഖലയിലെ മികവിന് അന്താരാഷ്ട്ര അംഗീകാരം. ഈ മാനവിക മുന്നേറ്റത്തിൽ പങ്കാളികളാവുക. മർക്കസ്, ഷേപ്പിംഗ് എ കൾച്ചർ. 35 years of educational revivalism and social empowerment. Marcus 35th Annual Conference and Convocation 2013, January 4th, 5th and 6th at Marcus Nagar, Calicut. More than 30 campuses and 100 institutions throughout India and abroad. International merit achievements and recognition for charity services. Be a part of this humanitarian movement. Marcus, shaping a culture. തീക്കനൽ പെയ്യും മാതാപിതാ മനമിൽ തോറ്റിടുന്നിവിടം മനസ്സുള്ളിലെ സ്നേഹം. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. SSF ഫറൂഖ് ഡിവിഷൻ പ്രതിനിധി സമ്മേളനത്തിന് ഇന്ന് ചാലിയത്ത് തുടക്കമാകും. വൈകിട്ട് 7 മണിക്ക് SYS മേഖലാ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് സഖാഫി പെരുമുഖം കൌൺസിൽ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി ഖിനാലൂർ, MT ഷിഹാബുദ്ദീൻ അസ്ഹരി ക്ലാസ് എടുക്കും. നാളെ രാവിലെ 9 മണിക്ക് SSF ദേശീയ ചെയർമാൻ സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. IPB ഡയറക്ടർ സ്വാദിഖ് വെളിമുക്ക്, അബൂബക്കർ മാസ്റ്റർ പടിക്കൽ, ഇസ്മായിൽ മിസ്ബാഹി ചെറുമൂത്ത് വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകും. വൈകിട്ട് 4 മണിക്ക് കടലുണ്ടിയിൽ നിന്നാരംഭിക്കുന്ന റാലി ചാലിയം പള്ളി മൈതാനിയിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ഉദ്ഘാടനം ചെയ്യും. അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി, അലവി സഖാഫി കൊളത്തൂർ പ്രസംഗിക്കും.
സംഘശാക്തീകരണത്തിന്റെ ഭാഗമായി SYS നടത്തിവരുന്ന പുനഃസംഘടനാ പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കമെന്നോണം സംഘടിപ്പിക്കുന്ന പടയൊരുക്കം ക്യാമ്പ് ഇന്ന് സംസ്ഥാനത്തെ 5 കേന്ദ്രങ്ങളിൽ നടക്കും. താമരശ്ശേരി, മലപ്പുറം, പട്ടാമ്പി, ചേരാനല്ലൂർ, കൊട്ടിയം എന്നിവിടങ്ങളിൽ നടക്കുന്ന പരിപാടിയിൽ സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളും ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുത്ത പ്രതിനിധികളും സംബന്ധിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിച്ച പരിപാടിയിൽ സംസ്ഥാന നേതാക്കളായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, KP അബൂബക്കർ മൗലവി പട്ടുവം, സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ സംബന്ധിക്കുന്നു. വർത്തമാന സാഹചര്യങ്ങളുമായി സംവദിക്കാൻ മതവിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന് SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പ്രസ്താവിച്ചു. മുഹിമ്മത്ത് 20ാം വാർഷിക ഭാഗമായുള്ള ഉലമാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതവിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാൻ പണ്ഡിതർ സന്നദ്ധരായില്ലെങ്കിൽ അനന്തരഫലം വിദൂരമല്ലാത്ത ഭാവിയിൽ സമൂഹം അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം ഉണർത്തി. സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ, ഹുസൈൻ സൈദി, KC റോഡ്, കുട്ടശ്ശേരി അബ്ദുള്ള ബാക്കവി തുടങ്ങി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. വെണ്ണക്കോട് യൂണിറ്റ് SSF SYS സംഘടിപ്പിക്കുന്ന നസീഹ 2012 ദശദിന പ്രഭാഷണത്തിന്റെ 7ാം ദിവസമായ ഇന്നും നാളെയും PSK മൊയ്തുബാക്കവി മാടവന പ്രഭാഷണം നടത്തും. പണം നിണം എന്ന വിഷയത്തിലാണ് പ്രഭാഷണം നടക്കുന്നത്. ഇന്നലെ നടന്ന പ്രഭാഷണവേദിയിൽ ലോകാവസാനം ചില അടയാളങ്ങൾ എന്ന വിഷയത്തിൽ ബഷീർ ഫൈസി വെണ്ണക്കോട് സംസാരിച്ചു. 25-ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സുലൈമാൻ മുസ്ലിയാർ, കോടമ്പുഴ ബാബ മുസ്ലിയാർ തുടങ്ങി പ്രമുഖ നേതാക്കൾ സംബന്ധിക്കും. മുക്കം സർക്കാർ പറമ്പ് ഖുവ്വത്തുൽ ഇസ്ലാം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന നാരിയത്ത് സ്വലാത്തും മർക്കസ് സമ്മേളന പ്രചാരണവും നാളെ സർക്കാർ പറമ്പിൽ നടക്കും. അബ്ദുറഹ്മാൻ മുസ്ലിയാർ മാവൂർ പരിപാടികൾക്ക് നേതൃത്വം നൽകും. മഅദിൻ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിച്ച അഖില കേരള അറബി കയ്യെഴുത്ത് മാഗസിന്റെ മത്സരഫലം പ്രഖ്യാപിച്ചു. 1ാം സ്ഥാനം പൂനൂർ മദീനത്തുനൂറിലെ ആശുആ മാഗസിനും 2ാം സ്ഥാനം കൊണ്ടോട്ടി ബുഖാരി ദാവ കോളേജിലെ അദ്ദഅവ മാഗസിനും 3ാം സ്ഥാനം കാരന്തൂർ മർക്കസിലെ അസ്സഹറ മാഗസിനും നേടി. ഹൈദരാബാദ് ഇഫ്ലു യൂണിവേഴ്സിറ്റി അറബിക് വിഭാഗം തലവൻ ഡോക്ടർ സയ്യിദ് ജഹാംഗീർ അവാർഡ് ദാനം നടത്തി. മുഅല്ലിമുകളുടെ സർഗവാസന പരിപോഷിപ്പിക്കുന്നതിന് സുന്നി ജമിയത്തുൽ മുഅല്ലിം സംഘടിപ്പിക്കുന്ന മുഅല്ലിം മഹർജാൻ കലാസാഹിത്യ മത്സരത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ഇന്നലെ വൈകുന്നേരം മടവൂർ CM സെന്ററിൽ SMA സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി തങ്ങൾ നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് CM യൂസുഫുൽ ബുഖാരി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അബ്ദുൽ അസീസ് ഫൈസി ചെറുവാടി മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലയിലെ 29 റേഞ്ചുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 200ഓളം പ്രതിഭകൾ മാറ്റൊരുക്കുന്ന മഹർജാൻ ഇന്ന് രാത്രിയോടെ സമാപിക്കും. ഷാഫി സഖാഫി മുണ്ടമ്പ്രയുടെ 5ാമത് ദശദിന ഖുർആൻ പ്രഭാഷണത്തിന് ചെറുവാടിയിൽ തുടക്കമായി. വിശുദ്ധ ഖുർആനിലെ ആദ്യ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയെ ആസ്പദമാക്കിയാണ് പ്രഭാഷണം. SSF അഖിലേന്ത്യാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് തുറാബ് അസഖാഫി പ്രഭാഷണം ഉദ്ഘാടനം ചെയ്തു. കലഹിക്കുന്നവർക്കും അക്രമികൾക്കും നേരിന്റെ വഴി കാണിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നതെന്ന് തുറാബ് തങ്ങൾ പറഞ്ഞു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് വിശ്വാസികൾ ആദ്യ ദിവസത്തെ തന്നെ പ്രഭാഷണം ശ്രവിക്കാനെത്തി. പ്രഭാഷണ പരിപാടി ഈ മാസം 30-ന് സമാപിക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി മലേഷ്യ, സയ്യിദ് അലി ബാഫഖി തങ്ങൾ, ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തുടങ്ങിയവർ വിവിധ ദിവസങ്ങളിൽ അനുഗ്രഹ പ്രഭാഷണങ്ങൾ നടത്തും. സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ M അബ്ദുൽ അസീസ് ഫൈസി അധ്യക്ഷത വഹിച്ചു. എരുമമുണ്ട ICCയുടെ 12ാം വാർഷിക സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ രാവിലെ 10 മണിക്ക് ബാപ്പുതങ്ങൾ മമ്പാട് പതാക ഉയർത്തുന്നതോടെ 3 ദിവസത്തെ സമ്മേളനത്തിന് തുടക്കമാകും. 10:30-ന് ടൂറിസം മന്ത്രി AP അനിൽകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ICC പ്രസിഡന്റ് KP മിഖ്ദാദ് ബാഖവി ചുങ്കത്തറ അധ്യക്ഷത വഹിക്കും. വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന ആത്മീയ സദസ്സ് വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് മുഹമ്മദ് സഖാഫി അധ്യക്ഷത വഹിക്കും. പേരോട് മുഹമ്മദ് മുസ്ലിയാർ ഉദ്ബോധനം നടത്തും. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, VS ഫൈസി വഴിക്കടവ് തുടങ്ങിയവർ സംബന്ധിക്കും. 24-ന് വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ അധ്യക്ഷത വഹിക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പരിപാടി മുഖ്യപ്രഭാഷണം നടത്തും. തൗഹീദ് അജഞ്ചലമാണ് എന്ന ശീർഷകത്തിൽ നടക്കുന്ന പഞ്ചദിന ആദർശ പ്രഭാഷണത്തിന് നാളെ തുടക്കമാവും. പെരിന്തൽമണ്ണ പട്ടാമ്പി റൂട്ടിൽ കൊപ്പത്ത് നടക്കുന്ന ആദർശ പ്രഭാഷണത്തിന് സുലൈമാൻ സഖാഫി മാളിയേക്കൽ നേതൃത്വം നൽകും.
SYS കോഴിക്കോട് സിറ്റി നോർത്ത് മേഖല ആദർശ ക്യാമ്പയിനിന്റെ സമാപന സമ്മേളനം ഈ മാസം 25-ന് മുണ്ടിക്കൽ താഴത്ത് നടക്കും. നൌഷാദ് ഹസനി ഒതുക്കുങ്ങൽ മുഖ്യ പ്രഭാഷണം നടത്തും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുശാവറ അംഗവും പണ്ഡിതനുമായിരുന്ന KT മുഹമ്മദ് മുസ്ലിയാരുടെ 4ാം ആണ്ടിനോടനുബന്ധിച്ച് കിണാശ്ശേരി അറബിക് കോളേജിൽ ജനുവരി 31-ന് അനുസ്മരണവും ദിക്ർ ഹൽക്കയും നടത്താൻ കോളേജ് പ്രവർത്തക സമിതി യോഗം തീരുമാനിച്ചു. അനുസ്മരണ പ്രഭാഷണം, മൗലിദ് സദസ്സ്, അന്നദാനം എന്നിവയും നടക്കും. വൈകിട്ട് നടക്കുന്ന ദിക്ർ ഹൽക്കക്ക് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തളികക്കുളങ്ങര നേതൃത്വം നൽകും. മർക്കസ് സമ്മേളന വിശേഷങ്ങൾ. മരുമാനസങ്ങളിൽ നനവു പടർത്തി പാടാം മർക്കസ് ഗീതങ്ങൾ, കോർക്കാം ഇശലിൻ ഹാരങ്ങൾ. പാടാം മർക്കസ് ഗീതങ്ങൾ, കോർക്കാം ഇശലിൻ ഹാരങ്ങൾ. അലിവിന്റെ രാഗമധുരം, മർക്കസ് കനിവിന്റെ സ്നേഹമധുരം. മർക്കസ് 35-ാം വാർഷിക 16-ാം സന്നദ്ധദാന സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന മൈ ഐഡിയൽ ക്യാമ്പസ് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രതിനിധി സമ്മേളനവും ഐഡിയൽ ക്യാമ്പസ് വിഷൻ ആൻഡ് മിഷൻ സെമിനാറും നാളെ 3 മണിക്ക് മന്ത്രി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തും. SFI സംസ്ഥാന ജനറൽ സെക്രട്ടറി TB ബിനേഷ്, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജഹാൻ, AISF സംസ്ഥാന ജനറൽ സെക്രട്ടറി KP സന്ദീപ്, MSF സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് അലി, VJD സംസ്ഥാന ജനറൽ സെക്രട്ടറി ജുനൈദ്, SSF സംസ്ഥാന സെക്രട്ടറി കലാം മാവൂർ പങ്കെടുക്കും. C മുഹമ്മദ് ഫൈസി അധ്യക്ഷത വഹിക്കും. ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, M അബ്ദുൽ മാസ്റ്റർ, G അബൂബക്കർ, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കും. വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും ASI ടീമും പങ്കെടുക്കും. മർക്കസ് എക്സലൻഷ്യ 26-ന് മർക്കസിൽ നടക്കും. മർക്കസ് 35-ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായുള്ള മർക്കസ് ഓർഫനേജ് ഡേ ഇന്ന് കാലത്ത് 10 മണിക്ക് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. തലോടം, തണലേകം, തകാഫുൽ പദ്ധതി സ്പോൺസർമാരും ജില്ലകളിൽ നിന്ന് പ്രത്യേക ക്ഷണിതാക്കളും രക്ഷിതാക്കളും സംബന്ധിച്ചു. മർക്കസ് സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന മതപ്രഭാഷണ പരമ്പരയുടെ വിജയത്തിനായി കുന്നമംഗലം മേഖലയിലെയും മർക്കസ് പരിസരത്തെ യൂണിറ്റുകളിലെയും SYS, SSF, SJM പ്രവർത്തകർ പങ്കെടുക്കുന്ന കൺവെൻഷൻ ഇന്ന് നടക്കും. 7 മണിക്ക് മർക്കസ് യത്തീംഖാന ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി C മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്യും. ബന്ധപ്പെട്ട നേതാക്കളും പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുക്കണമെന്ന് സ്വാഗത സംഘം ഓഫീസിൽ നിന്ന് അറിയിച്ചു. മർക്കസ് സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം SSF പുല്ലാടൂർ സെക്ടർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 11 യൂണിറ്റുകളിൽ പ്രകടനം നടത്തി. വിവിധ കേന്ദ്രങ്ങളിൽ NK റഫീഖ്, ഷാദാൻ MP, യഹിയ മുസ്ലിയാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. മർക്കസ് സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം SSF പുല്ലാടൂർ സെക്ടർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാളെ ബൈക്ക് റാലി സംഘടിപ്പിക്കുന്നു. വൈകിട്ട് 3 മണിക്ക് തച്ചൂർത്തായം മക്കാം പരിസരത്ത് നിന്ന് ആരംഭിച്ച് കുമ്മങ്ങോട്ട് താഴത്ത് സമാപിക്കും. സമാപന സംഗമത്തിൽ താഹിർ സഖാഫി മഞ്ചേരി മുഖ്യ പ്രഭാഷണം നടത്തും. SYS ക്യാമ്പയിനിന്റെ ഭാഗമായി ഇന്ന് വൈകിട്ട് വില്യാപ്പള്ളി ടൗണിൽ നടക്കുന്ന ആദർശ സമ്മേളനവും മർക്കസ് സമ്മേളന പ്രചാരണവും മുനീർ സഖാഫി ഓർക്കാട്ടേരി ഉദ്ഘാടനം ചെയ്യും. VPM ഫൈസി വില്യാപ്പള്ളി അധ്യക്ഷത വഹിക്കും. നൌഷാദ് ഹസനി ഒതുക്കുങ്ങൽ, വള്ളിയാട് മുഹമ്മദ് അലി സഖാഫി തുടങ്ങിയവർ പ്രഭാഷണം നടത്തും. മർക്കസ് സമ്മേളന പ്രചാരണാർത്ഥം കുറ്റിക്കാട്ടൂർ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ ആഭിമുഖ്യത്തിൽ മർക്കസ് സമ്മേളന പ്രചാരണ പദയാത്ര സംഘടിപ്പിച്ചു. മൂസ ബാഖവി, മൂസ സഖാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. മർക്കസ് സമ്മേളന സമ്പൂർണ്ണ വളണ്ടിയേഴ്സ് മീറ്റ് ഈ മാസം 25-ന് 2 മണിക്ക് മർക്കസിൽ നടക്കും. എല്ലാ വളണ്ടിയർമാരും പങ്കെടുക്കണമെന്ന് സ്വാഗത സംഘം കൺവീനർ അറിയിച്ചു. വിടരും മുമ്പേ പിച്ചേറിയപ്പെട്ട ഒരു കൂട്ടം കുഞ്ഞുങ്ങൾക്കായി ഈ ദിനം സമർപ്പിക്കുന്നു KMIC ന്യൂസ്. അവസാനിപ്പിക്കണം കുഞ്ഞുങ്ങൾക്കെതിരായ അതിക്രമം. ദൈവത്തിന്റെ സ്വന്തം നാട് കുട്ടികളോട് പെരുമാറുന്നത് എങ്ങനെ? ലജ്ജിക്കണം പ്രബുദ്ധ കേരളം. കഴിഞ്ഞ 5 ദിവസത്തിനിടെ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച 10-ലേറെ കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. KMIC ന്യൂസ് ഒരു തിരിഞ്ഞുനോട്ടം. ഡിസംബർ 15 കൊച്ചിയിൽ പ്രായപൂർത്തിയാകാത്ത മകളെ പണം വാങ്ങി അച്ഛനും അമ്മയും നിരവധി പേർക്ക് കാഴ്ചവെച്ചു. മരട് സ്വദേശിയായ പിതാവും ചമ്പക്കര സ്വദേശിനിയായ മാതാവുമാണ് 17 വയസ്സുള്ള പെൺകുട്ടിയെ പണം വാങ്ങി നിരവധി പേർക്ക് കാഴ്ചവെച്ചത്.
ആലുവ അമ്പാട്ടുകാവിൽ രാത്രി റോഡിൽ കണ്ട പെൺകുട്ടിയെ രക്ഷിച്ച് ഓട്ടോ ഡ്രൈവർമാർ വനിതാ ഹെൽപ്പ് ലൈനിൽ. ഡിസംബർ 16 കാസർകോട് മഞ്ചേശ്വരത്ത് 9ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ചു. കേസിൽ സഹോദരനെയും സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഡിസംബർ 17 മലപ്പുറം വേങ്ങരയിൽ 3ഉം 4ഉം ക്ലാസുകളിലെ 40ലധികം വിദ്യാർത്ഥിനികളെ അധ്യാപകൻ 2 വർഷക്കാലമായി ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നതായി പരാതി. സംഭവം അന്വേഷിച്ച ചൈൽഡ് ലൈൻ പ്രവർത്തകർ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന 20ലധികം കുട്ടികളെയാണ് ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തത്. ഡിസംബർ 18 കൊല്ലം കിളികൊല്ലൂരിൽ 13 വയസ്സുകാരിയെ വല്യച്ഛൻ മാനഭംഗപ്പെടുത്തി. പീഡനത്തിനിരയായ കുട്ടിയുടെ അമ്മയുടെ സഹോദരി ഭർത്താവാണ് പ്രതി. അമ്മയുടെ പരാതിയിൽ കൊല്ലം കിളികൊല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കുട്ടി തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഡിസംബർ 19 കോട്ടയം മുട്ടമ്പലത്ത് 4.5 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ 52കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം നഗരസഭാ ജീവനക്കാരനായ CV തോമസാണ് അറസ്റ്റിലായത്. അയൽവാസിയുടെ 4.5 വയസ്സുള്ള മകളെ അമ്മ കുളിക്കാൻ പോയ സമയം നോക്കി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. കൊല്ലം പട്ടാഴിയിൽ 16കാരിയെ പീഡിപ്പിച്ച കേസിൽ 3 പേർ അറസ്റ്റിലായി. 5 വയസ്സ് മുതൽ പെൺകുട്ടി പീഡനത്തിനിരയായിരുന്നതായി പോലീസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞു. പെൺകുട്ടിയുടെ സഹോദരി ഭർത്താവ് സുരേഷ്, ഓട്ടോ ഡ്രൈവറായ ഷൈജു, സതീഷ് എന്നിവരാണ് പിടിയിലായത്. പെൺകുട്ടിയുടെ മറ്റൊരു സഹോദരി ഭർത്താവും കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട്. ഡിസംബർ 20 കാസർകോട് 10ാം ക്ലാസ്സുകാരിയായ മദ്രസ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 22 വർഷം തടവ്. 3ാം ക്ലാസ് മുതൽ തന്നെ അധ്യാപകൻ പീഡിപ്പിക്കാറുണ്ടെന്ന് പെൺകുട്ടി കോടതി മുമ്പാകെ മൊഴി നൽകി. വീട്ടിനുള്ളിൽ ജീവിക്കാനുള്ള പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ കണ്ടതെങ്കിൽ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ വാർത്ത ഇങ്ങനെ. ഡൽഹിയിൽ പെൺകുട്ടിയെ ബസ്സിൽ കൂട്ടമാനഭംഗത്തിനിരയാക്കിയ കേസിലെ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ഉറപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി RK സിംഗ്. കേസിൽ ഒരു പ്രതിയെ കൂടി ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനിടെ കൊടും ക്രൂരതയ്ക്കെതിരായ പ്രതിഷേധം രാഷ്ട്രപതി ഭവൻ വരെ എത്തി. പ്രായപൂർത്തിയാകാത്ത ചെറുപ്പക്കാരനാണ് ബസ്സിലെ കൂട്ടമാനഭംഗ കേസിൽ ഉത്തർപ്രദേശിലെ ബദയൂണിൽ നിന്ന് ഏറ്റവും ഒടുവിൽ പിടിയിലായത്. 6 പ്രതികളിൽ ഇനിയും പിടികിട്ടാനുള്ള ഒരാളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും ആഭ്യന്തര സെക്രട്ടറി അവകാശപ്പെട്ടു. പ്രതികൾക്ക് പരമാവധി ശിക്ഷയായ ജീവപര്യന്തം തടവ് ഉറപ്പാക്കുന്ന വിധത്തിൽ ഉടൻ കുറ്റപത്രം തയ്യാറാക്കും. പൊതുഗതാഗതത്തിന് അനുമതിയുള്ള ബസ്സിലായിരുന്നില്ല അതിക്രമം നടന്നതെന്നും ഇത്തരത്തിൽ ഓടുന്ന മുഴുവൻ ബസ്സുകളും പിടിച്ചെടുക്കുമെന്നും ആഭ്യന്തര സെക്രട്ടറിയും പോലീസ് കമ്മീഷണറും അറിയിച്ചു. Asking for the maximum penalty. The maximum penalty in this case is life imprisonment. അതിനിടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പോലീസ് ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. എന്നാൽ കൂട്ടമാനഭംഗം നടന്ന ബസ് കടന്നുപോയ വഴിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ വിവരങ്ങൾ നൽകാത്തതിന് കോടതി പോലീസിനെ നിശിതമായി വിമർശിച്ചു. അതേസമയം 5ാം ദിവസം പിന്നിടുമ്പോൾ പ്രതിഷേധത്തിന്റെ രൂപവും ഭാവവും മാറുകയാണ്. പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഓഫീസുകൾ ഉൾപ്പെട്ട അതീവ സുരക്ഷാ മേഖലകൾ പിന്നിട്ട് പ്രതിഷേധക്കാർ രാഷ്ട്രഭവനിലേക്ക് തള്ളിക്കയറി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അബ്ദുൽ നാസർ മഅദനിയുടെ മോചനത്തിന് സമ്മർദ്ദം ശക്തമാക്കുക SSF. പലിശരഹിത ബാങ്കിംഗ് എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നുവെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മർക്കസ് സമ്മേളനത്തിന്റെ ഭാഗമായി ഐഡിയൽ ക്യാമ്പസ് വിദ്യാർത്ഥി രാഷ്ട്രീയ സമ്മേളനം നാളെ. TP ചന്ദ്രശേഖരൻ വധം TK രജേഷിനെ കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് മാറ്റി. ക്രിസ്മസ് ആഘോഷിക്കാൻ കടൽ കൊലക്കേസിലെ പ്രതികളായ ഇറ്റാലിയൻ മറീനുകൾ നാട്ടിലേക്ക് മടങ്ങി. കോട്ടയം മെഡിക്കൽ കോളേജ് വികസനത്തിന് 277 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. KPCC പുനഃസംഘടന യാഥാർത്ഥ്യമാകുന്നു. ഭാരവാഹി പട്ടികയ്ക്ക് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ അംഗീകാരം. ഇതോടെ KMAC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും KMAC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം kmacnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.